ഇപ്പം ധനവാൻ ഒരു ബിസിനസ്മാനാണ്. അയാളുടെ ബിസിനസ്സുകാർ ഒന്നും ദൈവരാജ്യത്തിലേക്ക് വരാൻ വലിയ പാടാണ്. ബിസിനസ്സുകാരെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 4-5 പുസ്തകം കാണില്ല. ചിലർക്ക് എല്ലാവർക്കൊന്നും അല്ല. 4-5 കുടുംബത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ കാണിക്കാനൊരു പുസ്തകം, ഇല്ലേ, ഗവൺമെൻറ് ഇൻകം ടാക്സിനെ കാണിക്കാൻ വേറൊരു പുസ്തകം, അങ്ങനെ പല പുസ്തകങ്ങൾ ചില സമയത്ത് ചില ബിസിനസ്സുകാർ സൂക്ഷിക്കുന്നു. അവർക്ക് അവിടെ ന്യായങ്ങളുണ്ട്. അതൊന്നും ശരിയാണെന്ന് സുവിശേഷത്തിൽ പറയത്തില്ല. പക്ഷേ അതല്ല, സുവിശേഷം വേറെ ചില ആശങ്കകൾ കാണിക്കും. എന്താ കാര്യം? നീ ഇങ്ങനെ ബിസിനസ് പരമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കും. അതല്ല ടാക്ടിക്സോ, അതിനകത്ത് ബിസിനസ് പ്രൂഡൻസൊക്കെ ഉണ്ട്. ബിസിനസ് പ്രൂഡൻസ്, അതിനല്ലേ CA ഒക്കെ ഇരിക്കണത്. ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ശുദ്ധഗതിക്ക് പോയി തലവെച്ച് കൊടുത്ത് തലഞ്ഞൊട്ടിക്കൊണ്ട് സർക്കാർ പോകാതിരിക്കാൻ വേണ്ടി അവർ ചില CA അവരുടെ രീതിയിലുള്ള ചില ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കും. ബിസിനസ് പ്രൂഡൻസാണ്. അപ്പോൾ അല്ല സർക്കാരിനെ പറ്റിക്കലല്ല, പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കണതാണ്. അപ്പോഴും സർക്കാരിനെ പറ്റിക്കരുത്, അത് പാപമാണ്. പക്ഷെ അതല്ല, ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കും. പക്ഷേ ചെന്നാലും ചില ആൾക്കാർ ചില അതിക്രമങ്ങൾ, ഇതിൻ്റെ ക്രമം തെറ്റിയ കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, ഒരിക്കൽ വിജയകുമാറിനോട് ചോദിച്ചു, വിജയകുമാറെ ഇത് നിങ്ങളുടെ ഈ ബിസിനസ്സും നിങ്ങളുടെ ഈ സുവിശേഷ പ്രവർത്തനമായിട്ട് ഇതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കും. ഞാൻ ചിലയിടത്തേക്ക് ചെന്നപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് കാനഡയിലോ എവിടെയോ ധ്യാനിപ്പിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ ചോദിച്ചതാണ്, വിജയകുമാർ സാർ ഇതെങ്ങനെയാണ് ഈ ബിസിനസ്സും ഇവാഞ്ചലൈസേഷനും സുവിശേഷ പ്രവർത്തനമായിട്ട് ശരിയാകണത്? എന്താണ് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? അതാണ് അവർ പാര വെച്ച് സ്നേഹപാര വെച്ചതാണ് അവരെ.